നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരിക്കുന്ന ഏതാനും സ്റ്റോക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ ELXI ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. അപ്പം വീക്ക്ലി ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റോക്ക് അതിമനോഹരമായിട്ട് അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്ന സ്റ്റോക്കാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈനെ ഇങ്ങനെ റെസിസ്റ്റൻസ് എടുത്ത് ഈ ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച, ഈ ഒരു ആഴ്ചയ്ക്ക് മുമ്പുള്ള ആഴ്ച ക്ലിയർ ആയിട്ട് നമുക്കൊരു ബ്രേക്ക് ഔട്ടും ഒരു ക്ലോസിങ്ങും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് 9500 റീജിയണിലായിരുന്നു. അപ്പം അതിന് ഒരു ബ്രേക്ക് ഔട്ട് ഈ ആഴ്ച അതിന് മുകളിൽ ട്രേഡ് ചെയ്ത് തുടങ്ങി 9555 ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീക്ക് അവസാനത്തോടെ ഏകദേശം 9500 മുകളിലാണ് ക്ലോസിങ് തരുന്നതെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഇതിന് മുകളിൽ ഒരു ക്ലോസിങ് തന്നിട്ടുണ്ടെങ്കിൽ 9500 മുകളിൽ ക്ലോസിങ് തന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം 9500 9600 റീജിയനിൽ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ആയിട്ട് നമുക്ക് വെക്കാം. ഏകദേശം ഒരു 800 രൂപ താഴെയാണ് നമുക്ക് വരുന്നത്. ഏകദേശം ഒരു 8700 രൂപ ഒക്കെയാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത്. അപ്പം ഏകദേശം 800 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വരുവാണെങ്കിൽ ഏകദേശം ഒരു 1000 രൂപ സംതിങ് റിവാർഡ് വെക്കാൻ നോക്കുക. അതായത് 10,500 10500 അല്ലെങ്കിൽ 10,800 റീജിയണിലൊക്കെ ഒരു റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ആയിരിക്കും. 1:1.5 റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ എക്സിറ്റ് ആകാനും നോക്കുക. അപ്പം നമ്മൾ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അവിടെ പോയി ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കൂടുതൽ സ്റ്റോക്സും ചാർട്ട്സും കാര്യങ്ങളൊക്കെ ആ ഒരു ടെലിഗ്രാം ചാനലിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് ലെമൺ ട്രീ ആണ്. അപ്പോൾ ലെമൺ ട്രീയും അതിമനോഹരമായിട്ട് 2020 തൊട്ട് അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു ഈ ഒരു 72 റീജിയൺ. അപ്പോൾ ആ 72 റീജിയൺ നമുക്ക് വീക്ക്ലി ക്യാൻഡിലിൽ ഒരു ക്ലോസിങ് തന്നിട്ടുണ്ട് അതിന് മുകളിൽ. അപ്പം കുഴപ്പമില്ലാത്തൊരു വോളിയം ഇവിടെ ജനറേറ്റ് ചെയ്തിരുന്നു ആ ബ്രേക്ക് ഔട്ടിൽ. ഇപ്പം ബ്രേക്ക് ഔട്ട് തന്ന് ഒരു 76.70 എന്ന പ്രൈസിലാണ് ലാസ്റ്റ് ക്ലോസിങ് തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റീജിയണിൽ നമുക്കിനി ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. ഏകദേശം ഒരു 74 75 അല്ലെങ്കിൽ 73 74 75 റീജിയണിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡലിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഏകദേശം ഒരു 65 രൂപയിൽ. അപ്പോൾ ഏകദേശം 8 രൂപയുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 73 എൻട്രി എടുക്കുന്നതെങ്കിൽ അപ്പം നമുക്ക് ടാർഗറ്റായിട്ട് ഈ ഒരു 90 റീജിയൻ നമുക്ക് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാം. കാരണം ഈ ഒരു 90 റീജിയനിൽ ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒരു റിവേഴ്സലിനുള്ള പോസിബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 8 രൂപയുടെ ഒരു റിസ്ക് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 15 രൂപയുടെ അടുത്ത് നമുക്ക് ഒരു റിവാർഡ് വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. 15 രൂപ സംതിങ്. അപ്പം ഇത് ഒരു നല്ല എൻട്രി ആയിരിക്കും. അപ്പം ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പല സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുക. അതിനുശേഷം കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ച് എക്സിറ്റ് ആകാൻ നോക്കുക. സ്റ്റോക്കിൽ അധികം ആവറേജ് ഒന്നും ചെയ്യാൻ പോകരുത്. പിന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും വലിയ വീക്കിലിയിൽ വലിയ ബിയറിഷ് ക്യാൻഡിൽ വലിയ വോളിയത്തോടു കൂടിയൊക്കെ ഫോം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റോപ്പ് ലോസ് നോക്കാതെയും നമുക്ക് എക്സിറ്റ് ആകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ആദ്യം പറഞ്ഞ സ്റ്റോക്ക് വീക്കിലി ക്ലോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതൊരു വീക്കിലി ബ്രേക്ക് ഔട്ട് വന്ന സ്റ്റോക്കാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ഒരു ലെവലിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലും കൊണ്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരു ബിഗിനേഴ്സിന് വേണ്ടി പാർട്ട് ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ